ഹായ്, ഞങ്ങളിവിടെ നിൽക്കുന്നതേ നമ്മുടെ ഷൊർണൂർ അല്ലേ, കൊളപ്പുള്ളി കണയെന്ന് പറയും. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഹരീഷ് ഭായ് ഫേസ്ബുക്ക് സുഹൃത്താണ് കേട്ടോ. ഒരു സ്റ്റോറി പറയാനുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഹരീഷ് ഭായ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. ഇത് എൻ്റെ വൈഫ് പ്രവീണ, ഇത് മകള് അർഷിത, മൂത്തമകള് അർഷിത, ഇത് മോൻ അർഷിദ്. നിങ്ങളെല്ലാരും പിന്നെ ഞങ്ങള് ദുബായിലാണ് അജ്മാനിൽ താമസിക്കുന്നു. അതായത് ഇവിടെ ആരും ഇല്ല. ഞങ്ങളിപ്പോ ഇന്ന് പോവാണ് ഒരു ഷോർട്ട് വെക്കേഷനിൽ വന്നിരിക്കുന്നത്. നമ്മളെ ഒരു സ്റ്റോറി പറയാന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? 2022 ജനുവരിയില് ഞങ്ങൾക്ക് ഹരീഷ് ഭായ് ഞങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്താണ്. പക്ഷെ ഇങ്ങനെ നമുക്കൊരു മേജർ എമൗണ്ട്, ഈ വീട് നിർമ്മിക്കാനുള്ള ഒരു മേജർ എമൗണ്ട് തന്നിട്ട് പറയാണ് ഞങ്ങൾ 2024 മെയ്യില് വരുമ്പോൾ ഞങ്ങൾക്ക് ഈ വീട്. അപ്പൊ പരസ്പര വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ കാണുന്ന ഒരു വീട് നിർമ്മാണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. എന്നിട്ട് ഇത്രയും വർഷം നമ്മളൊരു ബന്ധങ്ങൾക്കൊരു കോട്ടം തട്ടാതെയാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചത്. അപ്പൊ അത് തന്നെ ആദ്യം നമ്മള് 3 ബെഡ്റൂമിന്റെ വീട് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെ നമ്മള് ഒരു ബെഡ്റൂം എക്സ്ട്രാ രണ്ടാമത് വന്നതാണ് കേട്ടോ. 1678 സ്ക്വയർ ഫീറ്റില് നമ്മൾ 4 ബെഡ്റൂമിന്റെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ ആയിട്ട് ഒരു വീട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മളിവിടെ പിന്നെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് ഗാർഡൻ ആയിട്ട് ബോഫല്ലോ ഗ്രാസും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പിന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. വാ. നമ്മളിപ്പോൾ 2022 ജനുവരിയിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിങ്ങനെ ഫേസ്ബുക്ക് വഴിയാണ് സലീം ഭായിനെ പരിചയം. നമ്മളടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല, ചെറുതുരുത്തിയാണ്, നമ്മളിവിടെ കണയത്താണ്. പിന്നെ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മളെ എന്താ പറയുക, ഒരു ഔചാരിതമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ വീട് ആ സമയത്ത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്ന ഒരു എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് അതിന് മുന്നേ ഫേസ്ബുക്ക് വഴി സലീം ഭായിനെ എനിക്ക് പരിചയമുണ്ട്. സലീം ഭായിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുണ്ട്. കയ്യിൽ നല്ല കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ വർക്കുകൾ വളരെ ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നമുക്കൊരു വീട് കയറ്റാമെന്നുള്ളൊരു കുറേ മുന്നേ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ആഗ്രഹം എന്തൊക്കെയോ കാരണം കൊണ്ട് എല്ലാം ഭംഗിയായി. സലീം ഭായിനെ കണ്ടു, പരിചയപ്പെട്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ സലീം ഭായ് പറഞ്ഞു ഞങ്ങൾ ഇത്രയും ഗ്യാപ്പിൽ ഞങ്ങൾ വീട് നിർമ്മിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വരുള്ളൂ. അപ്പോൾ അവർ സലീം ഭായ് ഉണ്ടാക്കുന്നതെല്ലാം 6 മാസത്തെ 1 വർഷത്തെ വർക്കുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് സലീം ഭായ് റിസ്ക് ഏറ്റെടുത്തത്. അത് ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ മനസ്സിൽ എന്ത് വിചാരിച്ചോ അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് സലീം ഭായ് തന്നു. വളരെ സന്തോഷം, മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അജ്മാനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ സ്വന്തം വീട് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനും നമുക്ക് പറ്റിയതാണ്. എല്ലാം ഏരിയ നമ്മൾ വെറുതെ ഒരു വേസ്റ്റ് ആയിട്ടില്ല, ഒക്കെ യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം. ഹോളായാലും കിച്ചണായാലും ബെഡ്റൂമായാലും എല്ലാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മുടെ കോട്ടിയാടാണ്. ഇപ്പോൾ കിച്ചൺ ആണ് ഇന്നത്തെ ഇഷ്ടമുള്ള സ്ഥലം. ഇതാണ് നമ്മുടെ ഏറ്റവും ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവം. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കിത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണിത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അത് അവരെ BP ഡിസൈൻസ് ഞങ്ങൾക്ക് തന്ന വലിയൊരു സർപ്രൈസാണ്. അത് BP ഡിസൈൻസ് മാത്രമല്ല, അവരുടെ മൊത്തം എൻ്റയർ ടീം
വളരെ സപ്പോർട്ടീവാണ്. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും അത് ക്ഷമയോടുകൂടി കേൾക്കാനും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറയാനും എന്തെങ്കിലും ഒരു ഇത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് തരാനും അവരുടെ ഭാഗത്തു നിന്നുള്ള, അതിപ്പോൾ രാത്രിയാണെങ്കിലും ഭയങ്കര ഒരു എഫേർട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. അത് ലാസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം നമുക്ക് പണികളും അത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വന്നു, ഏപ്രിൽ 7-ാം തീയതി വന്നു, മെയ് 18-ാം തീയതി ആകുമ്പോഴേക്ക് ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം അത്രയും സ്പീഡിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ നമ്മൾ വരേണ്ട ഡേറ്റ് തെറ്റിപ്പോയി. പിന്നെ എല്ലാം പെട്ടെന്ന് ഇതേപോലെ അത്രയും സ്പീഡിലായിരുന്നു അവർ ഓരോ വർക്കുകൾ. അത് നമുക്ക് അവരുടെ മൊത്തം ടീമിനെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ട് സലീം ഭായി, ഇതിൻ്റെ എല്ലാം എന്താ പറയുക, നിയന്ത്രണവും കാര്യങ്ങളും എല്ലാ ഐഡിയകളും അദ്ദേഹത്തിൻ്റെ ഇരുന്ന്. അത് ഈ കോട്ടിയാടും അതേപോലെ ഒരു സംഭവമാണ്. ഇത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കോട്ടിയാട്. നമ്മളെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമുക്ക് വന്നപ്പോൾ അത് വലിയൊരു സർപ്രൈസായി ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ. നമ്മളെ ഇത് ടോട്ടൽ വന്നിട്ട് 1678 സ്ക്വയർ ഫീറ്റാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, പിന്നെ മുകളിൽ നിന്ന് ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ലിവിങ് റൂമുണ്ട് മുകളിൽ. അത് കണക്റ്റായിട്ട് ഒരു ബാൽക്കണി, അതിൻ്റെ സൈഡിൽ ഒരു ഓപ്പൺ ടെറസ് അതുമുണ്ട് നമ്മുടെ ഇതിൽ. ചെറിയൊരു രീതിയിൽ ഒരു വീട് എന്നുള്ളതായിരുന്നു നമ്മുടെ ബഡ്ജറ്റിൽ. അത് അതേപോലെ അത്രയും ഭംഗിയായിട്ട് നമുക്കത് അവർ ചെയ്തു തന്നു. ആഗ്രഹം, നമ്മുടെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു വീട്. അതിനെക്കാട്ടിലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലൊരു ഇതാക്കി തന്നിട്ടുണ്ട്. എല്ലാം താങ്ക്സ് BP ഡിസൈൻസിന്, ഫുൾ ടീമിന് വേണ്ടിയിട്ട്.